എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഇന്ന് നമ്മളിതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത് വരൾച്ചയെക്കുറിച്ചാണ്. വരൾച്ച അതിനെക്കുറിച്ച് നമ്മൾ നിർവചിക്കുമ്പോൾ മഴ പ്രതീക്ഷിക്കുന്ന ഒരു പ്രദേശത്ത് അസാധാരണമാം വിധം വരണ്ട കാലാവസ്ഥ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമായി കണക്കാക്കിയാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജലക്ഷാമം വരികയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വരൾച്ച എന്ന് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഏതാനും ആഴ്ചകൾ മുതൽ നിരവധി വർഷങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന ഒരു സഞ്ചിത അന്തരീക്ഷ അപകടമാണ് വരൾച്ച എന്ന് പറയുന്നത്. വരൾച്ചയെക്കുറിച്ചുള്ള ധാരണയും സങ്കല്പവും സ്ഥലങ്ങൾക്കനുസരിച്ച് വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് വ്യത്യാസപ്പെടുന്നു. സാധാരണ മഴയിൽ നിന്ന് മഴയിൽ ഗണ്യമായ കുറവുണ്ടാകുമ്പോഴാണ് വരൾച്ച ഉണ്ടാകുന്നത്. വരൾച്ച വർഷങ്ങളോളം നീണ്ടു നിൽക്കും. ചില പ്രദേശങ്ങളിൽ മറ്റുള്ളവയേക്കാൾ വരൾച്ച കൂടുതൽ രൂക്ഷമാകും. ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഏകദേശം 15 ഡിഗ്രി മുതൽ 20 ഡിഗ്രിയുള്ള വരെയുള്ള അക്ഷാംശങ്ങളിൽ ലോകത്തിൻ്റെ സ്ഥിരമായി വരണ്ടതും മരുഭൂമിയുമായ പ്രദേശങ്ങളുടെ അതിർത്തിയിലുള്ള പ്രദേശങ്ങളിൽ സാധാരണയായി വിനാശകരമായ വരൾച്ചകൾ ഉണ്ടാകാറുണ്ട്. ഈ പ്രദേശങ്ങളുടെ സവിശേഷതയാണ് സ്ഥിരമായ വരൾച്ച. ചൂടുള്ളതും ഉഷ്ണമേഖലാ വായുപിണ്ഡം ഭൂമിയിൽ ഇറങ്ങുമ്പോൾ കൂടുതൽ ചൂടും വരണ്ടതുമായി മാറുന്നു. വരൾച്ചയുടെ കാരണങ്ങൾ പലതരത്തിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ്. പല കാരണങ്ങളായിട്ട് നമുക്ക് കണ്ടെത്താവുന്നതാണ്. കാലവർഷം വൈകുന്നത്, മൺസൂണിലെ നീണ്ട ഇടവേളകൾ, മൺസൂൺ നേരത്തെ പിൻവലിക്കൽ, മൺസൂണിൻ്റെ ക്രമരഹിതമായ വിതരണം, ആഗോളതാപം, മഴയുടെ മാറ്റം, വനനശീകരണം, വ്യവസായവൽക്കരണം മുതലായവയാണ് നമ്മൾ വരൾച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങളായി കണ്ടെത്തിയിരിക്കുന്നത്. വരൾച്ചയെ നമുക്ക് 3 തരത്തിൽ വേർതിരിച്ച് പറയാവുന്നതാണ്. ഒന്ന്, ജലക്ഷാമത്തിൻ്റെ വ്യാപ്തി. അതിൽ നമുക്ക് ആദ്യത്തേത് കാലാവസ്ഥാ വരൾച്ച. ഒരു പ്രദേശത്തിൻ്റെ യഥാർത്ഥ മഴ 75% താഴെയാണെങ്കിൽ അതിനെ കാലാവസ്ഥാ വരൾച്ച എന്ന് വിളിക്കുന്നു. തടാകങ്ങൾ, നദികൾ, അണക്കെട്ടുകൾ തുടങ്ങിയവയെല്ലാം വറ്റിവരണ്ടു പോകും. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ഒന്നാണ് കാർഷിക വരൾച്ച. ആ പ്രദേശത്തെ മണ്ണിലെ ഈർപ്പം വിളകളുടെ ആരോഗ്യകരമായ വളർച്ചയെ പിന്തുണയ്ക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. 2, തീവ്രതയുടെ അടിസ്ഥാനത്തിൽ നമുക്കതിനെ തിരിക്കാം. പ്രദേശത്തിൻ്റെ കാലാവസ്ഥ, സ്ഥിരമായ വരൾച്ച ബാധിത പ്രദേശം, കൃഷിക്ക് തുടർച്ചയായ ജലസേചനം ഉണ്ടായിരിക്കണം. സീസണൽ വരൾച്ച, വേനൽക്കാലത്ത് മാത്രം ഉണ്ടാകുന്ന വരൾച്ചയാണ് സീസണൽ വരൾച്ച എന്ന് പറയുന്നത്. കടുത്ത മരുഭൂമീകരണത്തിന് കാരണമാകുന്ന ഒരു പ്രധാന കാരണമാണ് സീസണൽ വരൾച്ച എന്ന് പറയുന്നത്. കേരളത്തിൽ മരുവൽക്കരണം ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് പാലക്കാട് ജില്ലയിലുള്ളത്. ജലചംക്രമം അസ്വസ്ഥമാകുകയും ജലസംഭരണികളും കിണറുകളും വറ്റുകയും ചെയ്യുന്നു. ഇത് വെള്ളം, ഭക്ഷണം, കാലിത്തീറ്റ എന്നിവയുടെ രൂക്ഷമായ ക്ഷാമത്തിലേക്ക് നയിക്കുന്നു. ഇത് അതിജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. കൂടാതെ വരൾച്ച മൂലം മണ്ണൊലിപ്പ്, വിളനാശം, ക്ഷാമം, രൂക്ഷമായ ജലപ്രതിസന്ധി, തൊഴിലില്ലായ്മ, ആരോഗ്യ പ്രശ്നങ്ങൾ, മനുഷ്യരിലും മൃഗങ്ങളിലും പട്ടിണി, മരണം ഇവയ്ക്കും കാരണമാകുന്നു. ജലസംഭരണികളിലെ ജലത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം ജലവൈദ്യുത ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിക്കുകയും അത് ഒടുവിൽ വലിയ ഊർജ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇനി പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, കാലാവസ്ഥ മൂലമുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് വരൾച്ച എന്ന് പറയുന്നത്. 3 തരത്തിലാണ് വരൾച്ചയുള്ളത്. ഒന്ന്, ജലദൗർലഭ്യം മൂലമുള്ള വരൾച്ച. കാലാവസ്ഥ മൂലമുള്ള വരൾച്ച. മൂന്നാമത്തത്, സസ്യജാലങ്ങൾക്കുണ്ടാകുന്ന വരൾച്ച. വരൾച്ചയെ എങ്ങനെ പ്രതിരോധിക്കാം എന്നത് ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ സംസാരിക്കുന്നതാണ്. താങ്ക് യു.